ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇറ്റ്സ് മീ ഹസീബെയ്ത്. രാവിലെ തന്നെ ഇത് നമ്മൾ ചെടികളൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ വെള്ളം ഇല്ലാത്തതിനൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലുള്ള ഇലകളൊക്കെ കേടുന്നത് അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾക്കിങ്ങനെ രാവിലെ ഇതിങ്ങനെ കാണുമ്പോൾ ഈ ചെടികൾ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കണ കാണുമ്പോൾ ഭയങ്കര മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്, ഒരു എനർജിയാണ് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നിസ്കാരം കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെടീൻ്റെ 2-3 ഇലകൾ ഇങ്ങനെ ഒരു ഉണങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചെടി നമ്മൾക്കൊരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ലല്ലോ. അപ്പോൾ ആ ഇലകളൊക്കെ അതിൽ നിന്നാണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ എല്ലാ ചെടിയിലും നോക്കുകയാണ്. അപ്പോൾ ഒരു ചെടിയിൽ മാത്രമേ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ളായിരുന്നു, ബാക്കിയുള്ളതിലൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ രാവിലെ ചായ ദോശയും കറിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് എന്നിട്ടാണ് ഞാൻ ഇതിനൊക്കെ നിന്നിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതാ ആ ഇലകളൊക്കെ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതാ അതിനൊക്കെ കുറേശ്ശെ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പിന്നെ ആ ചെടികളൊക്കെ അതിൻ്റെ ഓരോ സ്ഥാനത്തേക്ക് തന്നെ മാറ്റി വെച്ച് പിന്നെ ഞാൻ ചോറും കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് അതിലിടക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ സാധാരണ എന്നും പറയുന്ന പോലെ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അപ്പോൾ കുക്കർ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം തിളച്ച് അപ്പോൾ അരിയൊക്കെ കഴുകി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ ഒരു 3-4 വിസിൽ വരണം, എന്നാലേ ചോറ് വെന്ത് കിട്ടുള്ളൂ. 4-5 വിസിൽ വരണം, എന്നാലേ വെന്ത് കിട്ടുള്ളൂ. പിന്നെ ചോറ് ഇങ്ങനെ തിളച്ച് പോകുമല്ലോ, നമ്മൾ ആ വിസിലിൻ്റെ കൂടി ഇങ്ങനെ പത പൊന്തിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ ഞാൻ ഇതിൽ 2 ടീസ്പൂൺ ഇട്ട് വെക്കും കേട്ടോ. ഒന്നിട്ടാലും മതി, ഞാൻ 2 ടീസ്പൂൺ ഇട്ട് വെക്കും. അപ്പോൾ അങ്ങനെ മീതക്കൂടി അങ്ങനെ പോകുമൊന്നുമില്ല. അപ്പോൾ നല്ലതുപോലെ കിട്ടും. മറ്റേ നമ്മളങ്ങനെ കുക്കറിൽ ചോറ് കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ മേലെ കൂടി അങ്ങനെ പോകുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ടീസ്പൂണ് ഇട്ടെന്ന് നോക്കിയാൽ മതി, അപ്പോൾ പിന്നെ ഒന്ന് തിളച്ചൊന്നും പോകില്ല. അങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. കുക്കിങ്ങൊക്കെ ആയിട്ട് നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ ഒരുപാട് നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്, കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോ ആവാമെന്ന് വിചാരിച്ച്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. പിന്നെ പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, പുതിയതായിട്ട് വന്നിട്ടുണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടി കൊടുക്കുക. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മൾക്ക് ഒരുപാട് സബ് നമ്മളെ ഫാമിലിക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അതിന് ഭയങ്കര സന്തോഷം. എല്ലാവരോടും നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. ഇപ്പം നമ്മൾക്ക് 9K ആവാറായിട്ടുണ്ട്. കുറച്ച് ഒരു 100-150 ഉണ്ടായാൽ 9K സബ്ബാവും. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണത്. നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം. ഇപ്പോൾ നമ്മളെ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല വ്യൂസൊക്കെ ഉണ്ട്. മാഷാ അല്ലാഹ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ഞാനിതാ കടല വെള്ളത്തിലിട്ടിരിക്കുകയാണ്. അപ്പോൾ ദിൽമോന് കടല വേവിച്ചിട്ട് അങ്ങനെ യോഗട്ടും അങ്ങനെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് അങ്ങനെ കഴിക്കാറുണ്ട്. ജിമ്മിനൊക്കെ പോകുന്നുണ്ട്. ഇപ്പോൾ ലീവിന് വന്നതാണ്, ക്ലാസ് ഉണ്ട്. അപ്പോൾ ലീവിന് പോകുന്ന വരെ ഒരു 15 ദിവസം 1 മാസം അങ്ങനെ ജിമ്മിന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ട് അതിന്. അപ്പോൾ ഞാൻ കടല വെള്ളത്തിലിട്ടേക്കുക. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകിട്ടും അങ്ങനെ ഇത് കഴിക്കും, കടല അങ്ങനെ കഴിക്കും കേട്ടോ, യോഗട്ടൊക്കെ ഇട്ടിട്ട്. പിന്നെ ചോറ് അങ്ങനെ കഴിക്കാറില്ല. ചോറ് ഇപ്പോൾ കുറവാണ്, ജിമ്മിന് പോകൽ തുടങ്ങിയതിന് ശേഷം ചോറ് അങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് കൂടുതൽ കഴിക്കാറ്. അപ്പോൾ ഇത് നല്ല രസമാണ്. അപ്പം ഞാനും കൂട്ടത്തിലൂടെ ഞാനും കൂടി കഴിക്കും അങ്ങനെ. ഇപ്പോൾ ഇതാ നമ്മളെ ചോറ് പിന്നെ എന്താ പറയുക വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ മീനൊക്കെ കട്ട് ചെയ്ത് വന്ന് പിന്നെ കറി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കറിയൊക്കെ വെക്കാനൊക്കെ നോക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ ആ കടല വെള്ളത്തിലിട്ടത് അങ്ങനെ ഒന്ന് നല്ല കഴുകിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് വൈകുന്നേരത്തേക്കുള്ളതാണ്. കുഞ്ഞ് വെള്ളത്തിലിട്ടൊന്ന് കുതിർന്ന ശേഷം വൈകുന്നേരം അത് ഞാൻ എടുത്തതാക്കുള്ളൂ, വേവിക്കുള്ളൂ. കുക്കറിലിട്ട് ഒരു 3-4 വിസിലടിച്ചാൽ കടല വെള്ളത്തിലിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഞാൻ യൂട്യൂബിലേക്ക് വരാനുള്ള കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു യൂട്യൂബ് തുടങ്ങാൻ, ഒരു ചാനൽ തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. യൂട്യൂബ് എങ്ങനെ തുടങ്ങണം, നമ്മൾക്കിതെങ്ങനെ എടുക്കുക, അതൊന്നും എനിക്കറിയില്ല.
കാരണം ഞാൻ അവിടെ ഇക്കാൻ്റെ അടുത്ത് റാസൽ ഗെയിമയിലായിരുന്നു അവിടെ ഇക്കാൻ്റെ ഒരു ഫ്രണ്ടിനോട് ഇതുപോലെയൊക്കെ ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമുണ്ട് യൂട്യൂബ് തുടങ്ങാൻ, ചാനൽ തുടങ്ങാൻ, ഇനി ഒന്ന് ഇതിൽ ഫോണിൽ എങ്ങനെ എടുക്കുക എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എടുത്തു തരിക എന്നുള്ളത് അറിയില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് ഞാൻ യൂട്യൂബ് തുടങ്ങണം വെച്ചിട്ട് അങ്ങനെ യൂട്യൂബ് ചാനൽ എടുത്തതല്ല. പിന്നെ നമ്മൾ GPay എടുക്കാൻ അക്കൗണ്ട് എടുത്തപ്പോൾ ഇതിൽ യൂട്യൂബ് അങ്ങനെ കണ്ട് അങ്ങനെ എന്തോ ആണ് ഞാനപ്പം അതിൽ ഒരു ഞാനിതുപോലെ എടുത്ത ടിക്ടോക്കിൽ അവിടെ ഗൾഫിലായി നിന്ന് അവിടെ പിന്നെ ടിക്ടോക്ക് കിട്ടുമല്ലോ, അന്ന് അതിൽ എടുത്ത 2-3 വീഡിയോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെറുതെ ഞാനിത് യൂട്യൂബ് എടുത്ത് പിന്നെ അത് ആ പ്ലസ് ആക്കി അതിലൊരു വീഡിയോ സെലക്ട് ചെയ്ത് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്ത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെയാണ് വീഡിയോ എടുക്കുക, വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. പക്ഷേ വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും അതൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ ഒരു എളീമാൻ്റെ മോളുണ്ടായിരുന്നു, അവൾക്കും ഇതുപോലെ നല്ല കേക്കും നല്ല ഫുഡും ഒക്കെ ഉണ്ടാക്കും. അപ്പോൾ അവളോട് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് സൗബിയെ ഒരു ചാനൽ തുടങ്ങിക്കൂടെ, നല്ലതല്ലേ നല്ലതല്ലേ എന്നിങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ നമ്മൾക്ക് എനിക്ക് എന്താണ് എൻ്റെ എളീമാൻ്റെ മോൾക്കും യൂട്യൂബിൽ ചാനലിട്ട് അങ്ങനെ പറയുക, അതൊക്കെ നമ്മൾക്ക് അത് അങ്ങനെ ഒരു ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇങ്ങനെ നിർബന്ധിക്കുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ യൂട്യൂബിൻ്റെ എല്ലാതും എനിക്ക് A മുതൽ Z വരെ അവളാണ് എല്ലാതും പറഞ്ഞു തന്നിട്ട്. വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യണതൊക്കെ എന്നെ ഇരുത്തി എഡിറ്റ് ചെയ്യിപ്പിച്ച് ഇപ്പം പഠിപ്പിച്ച് തന്നു. അതുപോലെ തമ്പനയിൽ ഉണ്ടാക്കലോ എല്ലാതും അവളാണ്, എനിക്ക് സൗബിയാണ് പറഞ്ഞു തന്നത്. എൻ്റെ കസിൻ സിസ്റ്ററാണ്, ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ സൗബിനോട് താങ്ക്സ് പറയുകയാണ്. താങ്ക്സ് പറഞ്ഞാലൊന്നും തീരൂല. അവളിനിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെന്താ നമ്മളെ ഫാമിലിയിലുള്ള കൂടുതൽ പേരും എൻ്റെ വീഡിയോ കാണില്ല. ശരിക്കും എൻ്റെ അനിയത്തി പോലും എൻ്റെ വീഡിയോ കാണില്ല. കാണൂട്ടെ എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിമാർ അവരൊക്കെ അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയത്തിയൊന്നും കാണൂല. അപ്പോൾ അവളോട് ഞാൻ പറയും ചില വീഡിയോ നല്ല പിന്നെ വ്യൂസൊക്കെ ഉള്ള വീഡിയോ, എൻ്റെ ആ ഒരു വീഡിയോക്ക് നല്ല വ്യൂസ് ഉണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്ന് പറയും. തന്നെ ആ വീഡിയോ ഏതാണ്, എന്നാൽ അതിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുമെന്നാണ് എൻ്റെ അനിയത്തി പറയുക. അപ്പോൾ അതാണ് നമ്മൾക്കിങ്ങനെ പുറത്തുനിന്നുള്ളവരെ വ്യൂസും ഇതൊക്കെയാണ് നമ്മൾക്കുള്ളത്, എല്ലാവരും സപ്പോർട്ടുമാണ് ഉള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ A മുതൽ Z വരെ എനിക്ക് യൂട്യൂബിൻ്റെ ഇത് പറഞ്ഞു തന്നത് എൻ്റെ കസിൻ സിസ്റ്ററാണ്. എല്ലാതും അതുപോലെ തമ്പനയിൽ വീഡിയോ എഡിറ്റ് ചെയ്യൽ, വോയിസ് കൊടുക്കൽ, അങ്ങനെയുള്ളത്. പിന്നെ ഇതിലുള്ള എല്ലാ ഇതും ഉണ്ടല്ലോ അങ്ങനെ എല്ലാതും. പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് അല്ല എഡിറ്റ് ചെയ്യലും റെക്കോർഡ് കൊടുക്കലൊക്കെ ചെയ്യും. പിന്നെ തമ്പനയിൽ ഉണ്ടാക്കാൻ എനിക്കറിയില്ലായിരുന്നു. എന്നിട്ട് ഞാൻ അവൾക്ക് ഫോട്ടോ അയച്ചു കൊടുക്കും, സൗബി ഇതൊന്ന് റെഡിയാക്കി കാട്ടുകാരായിട്ട്. അങ്ങനെ അവൾ 3-4 തമ്പനയിൽ എനിക്ക് അങ്ങനെ ഉണ്ടാക്കി സെൻഡ് ചെയ്ത് തന്നെ. പിന്നെ ഒരു ദിവസം അവൾക്ക് ഇതുപോലെ ഒരു അർജൻറ്റ് എന്തോ ഒരു പണി എന്തോ അവൾ പിന്നെ സ്റ്റിച്ച് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്തോ കാര്യമായിട്ട് എന്തോ സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു അവൾക്ക്. അപ്പോൾ അവൾക്ക് പറഞ്ഞ് എനിക്ക് ടൈമില്ല ഉസ്താദാ, ഈ തന്നെ അത് ചെയ്യുക എങ്ങനെയെങ്കിലും. അങ്ങനെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, അതെന്തേ ഓൾ അങ്ങനെ പറഞ്ഞത്, എനിക്കത് ചെയ്ത് തരാഞ്ഞത് എന്നൊക്കെ വിചാരിച്ചിരുന്നു ഞാൻ. പിന്നെ അത് ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്ത്. പിന്നെ സ്വന്തമായിട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ച് സൗബി ചെയ്ത് തരാഞ്ഞത് നന്നായി, അതുകൊണ്ടല്ലേ ഇപ്പോൾ എനിക്കിത് പഠിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ വീണ്ടും വീണ്ടും സൗബിനോട് അത് ചെയ്യുമെന്ന് പറയുമല്ലോ അങ്ങനെ പറയുമല്ലോ. അപ്പോൾ അവൾ ചെയ്ത് തരാഞ്ഞത് നന്നായി എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ അതും പഠിച്ച്. അന്നൊക്കെ ഞാൻ കൈൻ മാസ്റ്ററിലായിരുന്നു അതൊക്കെ ചെയ്തിരുന്നത്. പിന്നെ തമ്പനയിൽ ഉണ്ടാക്കിയിരുന്നത് വേറൊരു ആപ്പിലായിരുന്നു. പിന്നെ കൈൻ മാസ്റ്റർ നമ്മൾക്ക് പിന്നെ ഇത് വാട്ടർമാർക്ക് ഇല്ലാത്തതായിരുന്നു അന്ന് കിട്ടിയിരുന്നത്. പിന്നെ അത് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ 1 വർഷം അങ്ങനെ എന്തോ ഉള്ളൂ തോന്നുന്നു. പിന്നെ 1 വർഷം കഴിഞ്ഞ് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ വാട്ടർമാർക്ക് ഉള്ളതാണ് പിന്നെ കിട്ടിയത്. അപ്പോൾ പിന്നെ അങ്ങനെ വാട്ടർമാർക്ക് ഉള്ളതിൽ ഞാനിങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളെ ഫാമിലിയിലുള്ള നമ്മളൊക്കെ ഇങ്ങനെ പറയും, വാട്ടർമാർക്ക് ഉണ്ടായിട്ട് ആ വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു ഇതുപോലെ ഒരു ചെറിയ കുട്ടികൾ വീഡിയോ ചെയ്യുന്ന പോലെ ഉണ്ട്, ഒരു കാണുമ്പോൾ ഒരു എന്തോ പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അപ്പോഴത്തേന് എൻ്റെ ഫോണിന് എന്തോ ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ ഒരു കസിനുണ്ട്, അവർക്ക് മൊബൈൽ ഷോപ്പുണ്ട്, അവരുടെ അടുത്ത് പോയി ഫോൺ ശരിയാക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞ് ഉസ്താദ് നിങ്ങൾ VN ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു VN എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയില്ല, കൈൻ മാസ്റ്ററിൽ തന്നെ ചെയ്തിട്ട് പിന്നെ VN എനിക്ക് അറിയുന്നില്ല, എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ല. ഞാൻ നോക്കി ഇൻഷോട്ട് ഞാൻ നോക്കി, VN ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് പറ്റണില്ലായിരുന്നു. ഞാൻ VN ഒക്കെ എളുപ്പമാണ്, ഒന്ന് നോക്കിയാൽ മതി. പിന്നെ അവൻ തന്നെ VN ഒക്കെ എനിക്ക് പിന്നെ ഇതാക്കി തന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തന്ന്
ഞാൻ വീട്ടിൽ വന്നിട്ട് ഒരു 2-3 വീഡിയോ കണ്ടിട്ടാ VN എങ്ങനെ എഡിറ്റ് ചെയ്യും എന്നുള്ളത്. അങ്ങനെ പിന്നെ അതുപോലൊക്കെ നോക്കിയിട്ട് പിന്നെ VN എഡിറ്റ് ചെയ്തപ്പോൾ പിന്നെ എനിക്ക് തോന്നി കൈൻ മാസ്റ്ററിനേക്കാളും ഒന്നുകൂടി എളുപ്പമായിട്ട് ഇപ്പോൾ VN ആണ് തോന്നിയത്. പിന്നെ ഇതുപോലെ നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞ് തമ്പനെയിൽ ഒന്ന് നല്ലപോലെ ആക്കാൻ ഇൻഷോട്ടിൽ തമ്പനെയിൽ ചെയ്താൽ മതി എന്നാണ്. പിന്നെ ഞാൻ ഇൻഷോട്ടിൽ തന്നെ തമ്പനെയിലും ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്കത് അങ്ങനെ അത് പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, മാഷാ അല്ലാ അൽഹംദുലില്ലാ. ഇപ്പം ഇൻഷോട്ടിൽ തമ്പനെയിലും എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ VN അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഒരു വർഷം കൊണ്ട് തന്നെ നമ്മൾക്ക് 1K സബ് പെട്ടെന്നാവും. നമ്മൾ പരസ്പരം ഓരോരുത്തർ അങ്ങോട്ട് കൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മളെ വീഡിയോ ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ പോയിട്ടുള്ളത് അങ്ങനെ ഓരോരുത്തർ 1K സബ്ബാവും. 1K സബ്ബാവാൻ നമ്മൾക്ക് പ്രയാസമില്ല. അത് ഒരു വർഷത്തിനുള്ളിൽ തന്നെ 1K നമുക്ക് സബ്ബാവും. പക്ഷേ വാച്ച് അവർ ഉണ്ടല്ലോ, ഷോർട്സ് ആണെങ്കിൽ 10 മില്യൺ അങ്ങനെ എന്തോ ആണ്, എനിക്ക് 10 മില്യൺ തന്നെ. പിന്നെ നമ്മൾ ലോങ് വീഡിയോക്ക് 4000 ഹവറാണ്, 4000 ഹവർ വാച്ച് ആണ് വേണ്ടത്. അപ്പോൾ അത് ഒരു വർഷത്തിൻ്റെ ഉള്ളിലാവണം ഈ 4000 ഹവർ വാച്ച് ടൈം. അതാവാനാണ് ഭയങ്കര ബുദ്ധിമുട്ട്. അത് ഞാൻ ഒരു വർഷം ആവണ കുറച്ച് മുന്നേ, ഒരു മാസം മുന്നേ ഒന്നും എനിക്ക് ആയിട്ടില്ല. ഒരു 2000 3000 അങ്ങനെ എന്തോ ഇങ്ങനെ നിൽക്കിയിരുന്നു എനിക്കാണെങ്കിൽ. പിന്നെ നമ്മൾ ആ ഒരു വർഷം ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വാച്ച് അവർ ബാക്കിലേക്ക് ഓരോ ദിവസത്തേതോ ഓരോ മാസത്തേതോ അങ്ങനെ എന്തോ പോകും എന്നൊക്കെ പറയണേക്കാം. അപ്പം ഞാൻ അത് പിന്നെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ പിന്നെ ഞാൻ ലൈവ് ഇട്ടു. ഇതുപോലെ നമ്മളെ യൂട്യൂബിലുള്ള ഫ്രണ്ട്സുകളൊക്കെ പറയും താത്ത ലൈവ് ഇട്ടോളി, ലൈവ് ഇട്ടാൽ പെട്ടെന്ന് വാച്ച് അവർ കൂടും. അന്ന് പിന്നെ ഞാൻ കണ്ടിന്യൂസ് അങ്ങനെ ലൈവ് ഇടുന്നതായിരുന്നു കേട്ടോ. ലൈവ് ഇട്ടാൽ പിന്നെ വാച്ച് അവർ നമുക്ക് കൂടി വന്ന് അങ്ങനെയാണ് പെട്ടെന്ന് പിന്നെ ഇക്ക സുഖമില്ലാതെ വന്നത്. പിന്നെ ഇക്കാനായിട്ട് ഹോസ്പിറ്റലിൽ പോക്കും ഇതൊക്കെ ആയപ്പോൾ വീഡിയോ ഇടലും ഇല്ല, പിന്നെ ലൈവ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ ഒരു വർഷമാകുമ്പോൾ നമ്മളുള്ള ഈ വാച്ച് അവറും പോകുമല്ലോ. പിന്നെ ഇക്കാക്ക് കുറച്ചൊക്കെ ഭേദമൊക്കെ ആയപ്പോൾ പിന്നെ ഇക്കാനോട് ചോദിച്ചപ്പോൾ കാരണം അന്നാലും ലൈവ് ഇട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലൈവ് ഇട്ടപ്പോഴാണ് പിന്നെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയത്. മാഷാ അല്ലാ, വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ. ഇതുപോലെ ഒരു ഓഗസ്റ്റിൽ തന്നെയാണ് വാച്ച് അവറും കംപ്ലീറ്റ് ആയിട്ടുള്ളത്. വാച്ച് അവർ കംപ്ലീറ്റ് ആയതിന് ശേഷം പിന്നെ ഡോളർ കയറലായി. പിന്നെ അതാണ് നോക്കിയിട്ട ഡോളർ കയറുന്നുണ്ടാ ഡോളർ കയറുന്നത്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയും 1K സബ്. ഇപ്പോൾ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നുണ്ടാ, ഭയങ്കര ഞാനെന്താ ഫസ്റ്റ് വിചാരിച്ചിരുന്നതൊക്കെ 1K സബ്ബാവട്ടെ, 1K സബ്ബായിട്ട് സബ്ബായാൽ പിന്നെ നമ്മൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുമോ അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊന്നും അല്ല കേട്ടോ. 1K സബ്ബ് അവിടെ 4000 വാച്ച് അവർ ആവണം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെടീൻ്റെ കുറച്ച് വിശേഷങ്ങൾ ഇനി ഒന്ന് കേൾക്കട്ടെ, ബാക്കി ഞാൻ പിന്നെ പറയേ. ഇത് നമ്മൾ ഷംജുവിൻ്റെ അടുത്തുനിന്ന് ഞാൻ വാങ്ങിയതായിരുന്നു കേട്ടോ. റെയിൻബോ പ്ലാന്റ്സ് ഷംജു ഇതുപോലെ കൊറിയർ അയച്ച് തന്നതാണ്. ഈ ഒരു സിൽവർ പോത്തോസ് ഉണ്ടാകും, മാർബിൾ പോത്തോസാണ്. പിന്നെ അതുപോലെ ഇതിൽ നിന്നൊക്കെ ഞാൻ ഇപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെയും കുറേ ഇതിനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് വേറെയും കുറേ പ്ലാന്റ്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഞാനിതോടെ കിച്ചണിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഒരു എനർജിയാണ്. രാവിലെ തന്നെ എണീറ്റ് വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ. അതുപോലെ ഒന്നും കൂടി ഉണ്ട് ഷംജുവിൻ്റെ അടുത്ത് വാങ്ങിയത്. അന്ന് പിന്നെ ഷംജു എനിക്ക് പൊന്നാങ്കണ്ണി ഫ്രീ ആയിട്ട് അത് കൊരിയർ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. പൊന്നാങ്കണ്ണിയൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കുറച്ചൊക്കെ അന്നൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ കോഴിയൊക്കെ കൊത്തി തന്നിട്ട് കുറേ. ഇനി ഷംജുവിൻ്റെ അടുത്ത് വാങ്ങിയ ഒരു ചെടിയും കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും ഞാൻ ഷംജുവിൻ്റെ അടുത്തുനിന്ന് വാങ്ങിയതാണ്. ഷംജു എനിക്ക് കൊരിയർ അയച്ചു തന്നെ. ഇപ്പോൾ ഇതിനിതാ ഒരു കുഞ്ഞൊരു ചെറുത് മാത്രമായിരുന്നു. ഇപ്പോൾ ഇതിൽ 1 2 4 പ്ലാന്റ് ഉണ്ട്. 3 ബേബി പ്ലാന്റ് വേറെ ഇതിൽ വന്നിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. അന്ന് ഷംജു കൊരിയറൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ ഷംജു കൊരിയർ ചെയ്യുന്നില്ല. ഷംജുവിൻ്റെ ഒരു നല്ല റെയിൻബോ പ്ലാന്റ്സ് ഇട്ടാ എല്ലാവരും ഒന്ന് കണ്ടു നോക്കണേ. അതിൽ നല്ല ചെടികളൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഇല്ലാത്ത കുറേ ചെടിയൊക്കെ ഇപ്പോൾ ഷംജു ഇങ്ങനെ കാണാം. ഞാൻ വീഡിയോസൊക്കെ കാണുമ്പോൾ ഷംജുവിനോട് ഞാൻ ചോദിക്കാറുണ്ട് ഇതൊന്നും കൊരിയറില്ലേന്ന്.
ഇപ്പോൾ ഷംജി ഇപ്പോൾ കൊരിയർ നിർത്തിക്കണേ തോന്നുന്നു. അപ്പോൾ ഇതും നല്ല ഭംഗിയില്ലേ, ഈ ചെടികളൊക്കെ നല്ല ഭംഗിയില്ലേ. ഇത് ഞാനന്ന് അങ്ങനെ വാങ്ങി. അത് നല്ല പാക്ക് ചെയ്യുന്നു കേട്ടോ. ഷംജി ചെടിയൊന്നും ഒരു കംപ്ലൈൻറ്റ്, ഒരു കേടും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ചെടികളൊക്കെ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതൊരു കുഞ്ഞിതാ, ഇതിലുള്ളൊരു ചെറിയൊരു പ്ലാന്റ് ഇത് ഇത്രയേ ഉള്ളുമായിരുന്നു. ഇപ്പോൾ അത് ഇത്രയും ആയി. ഞാനത് നല്ലപോലെ നോക്കിയെടുത്ത്. എപ്പോഴും ഈ ചെടി കാണുമ്പോൾ ഷംജുവിനെ ഓർമ്മ വരും. സിൽവർ പോത്തോസാണ്. ഇത് സിൽവർ പോത്തോസ്, ഇത് മാർബിൾ പോത്തോസ്. അങ്ങനെ തോന്നി. ഷംജു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഷംജുവിൻ്റെ ശരിക്കുള്ളത് പറയും. എന്തായാലും പറയും. ഞാൻ എന്ത് സംശയം ഉണ്ടെങ്കിലും ചെടി പ്ലാന്റ്സിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ ഷംജു ആണത് കറക്റ്റ് ചെയ്യാറ്. പിന്നെ ഞാൻ ഡോളർ കയറുന്ന കാര്യമല്ലേ പിന്നെ പറഞ്ഞത്. പിന്നെ ഡോളർ കയറാൻ ഇതന്നെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കണം. പിന്നെ നമ്മൾക്ക് അതുവരെയുള്ള ഡോളർ വീഡിയോസിൻ്റെതൊന്നും നമ്മൾക്ക് ഡോളറില്ല, ഒക്കെ വാച്ച് അവറിന് പോയല്ലോ. പിന്നെ നമ്മളെ വീഡിയോസ് ഓരോരുത്തർ കാണുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഡോളർ കയറുള്ളൂ. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുക. വ്യൂസ് കുറവ്, ചില വീഡിയോസൊക്കെ 1K ആവും. അങ്ങനെ നമ്മൾ ഭാഗ്യത്തിൽ ലക്കിന് അങ്ങനെ ഓരോന്ന് അങ്ങനെ ആയിപ്പോവും. പക്ഷെ 1K ഒന്നും ഒന്നും ആവില്ല. നമ്മൾക്ക് കുറേ വീഡിയോസ് അങ്ങനെ ചെയ്യണം. അപ്പോഴാണ് നമ്മൾക്ക് വ്യൂസിനനുസരിച്ച് നമ്മൾക്ക് ഡോളറൊക്കെ കൂടുതൽ കിട്ടുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരു വർഷം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് മോണിയായിട്ട്. ഇപ്പോൾ എന്നിട്ട് നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ ചോദിക്കും, ഇത്താ ഡോളർ കിട്ടിയില്ലേന്ന്. ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിങ്ങനെ പറയും 1K സബ്ബാവട്ടെ, 1K സബ്ബാവോ വെച്ചിട്ട് എല്ലാവരും ഇങ്ങനെ പറയും. അത് അത് 1K സബ്ബാവാനുള്ള നമ്മൾക്കൊരു ഇതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്. 1K സബ്ബായാൽ പിന്നെ 4000 വാച്ച് അവറാണ് അതൊരു കടമ്പ. എന്നാലും മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ 1K സബ്ബും 4000 വാച്ചറും ഒക്കെ ആ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾക്ക് ഒക്കെ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ റെഡിയായി മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. പിന്നെ 1K സബ്ബായപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു കേക്ക് 1K സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയൊക്കെ എഴുതിയിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് അതിനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഞാൻ വിചാരിച്ചൊരു 5K ആവട്ടെ എന്നിട്ട് അങ്ങനെയെന്നൊക്കെ. പക്ഷേ 5K ആയപ്പോൾ എനിക്ക് അത്ര ഒരു ഇതില്ലായിരുന്നു. 1K ആയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഇത് അങ്ങനെ കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടും എനിക്ക് 10K ആവുകയാണെങ്കിൽ 10K ആയിട്ട് എനിക്കൊരു കേക്ക് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് യൂട്യൂബിൽ വന്നതിന് ശേഷം കുറേ നമ്മൾക്ക് എന്താ പറയുക, എല്ലാവരെയും ഒരു അവഗണന ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുത്തുവാക്കുകളും അവഗണനയൊക്കെ നമ്മൾക്ക് ഉണ്ടായിട്ട് നമ്മളോട് നേരിട്ടിട്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നോട് ചാനലൊക്കെ തുടങ്ങിയിരിക്കണില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചാനൽ തുടങ്ങിയിരിക്കണ കണ്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യും. അതൊക്കെ ആ സ്പോട്ടിൽ തന്നെ ബ്ലോക്ക് ചെയ്തില്ലേന്ന് മുഖത്ത് നോക്കിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വേദനകളും നമ്മൾക്ക് ഇതിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇതിൽ നിന്നല്ലേ നമ്മളെ ഫാമിലിയിൽ നിന്ന് തന്നെ ഉണ്ട്. പക്ഷേ നമ്മൾക്ക് അതിൽ കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേരുണ്ട് മാഷാ അല്ലാഹ്. ഇപ്പോൾ യൂട്യൂബിൽ വന്നതിന് ശേഷം ഒരുപാട് ഫ്രണ്ട്സുകൾ, നല്ല കുറേ ഫ്രണ്ട്സുകൾ നമ്മൾക്കുണ്ട്. അപ്പോൾ അവരെല്ലാവരും നല്ല സപ്പോർട്ടുണ്ട്. അവരിങ്ങനെ പറയൂ കേട്ടോ, പിന്നെ അങ്ങനെ വീഡിയോ ചെയ്യണം, അങ്ങനെ ചെയ്യണം, നല്ല വീഡിയോ ചെയ്യുക, നല്ല തമ്പനയിൽ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെരുപ്പ് പുറത്തേക്ക് പോകുമ്പോൾ ചെരുപ്പ് അവിടെ ഊരി വെച്ചിട്ടാണ് പോകുക. പിന്നെ ചെരുപ്പ് ഇടാത്ത തീരെ നിൽക്കാൻ വയ്യില്ല, കാലിന് ഭയങ്കര വേദനയാണ്, തണുപ്പുമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ കുറേ വേദനകൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കുറച്ചൊരു സങ്കടകരമായ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം എന്നാലും ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഫുൾ സപ്പോർട്ട് കൂടി എൻ്റെ കൂടെ എൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ മോനെ ഇന്ന് കുറച്ചൊരു ഇതുണ്ടായിരുന്നത്, ഇപ്പോൾ അവനക്കും കുഴപ്പമില്ല. പക്ഷെ അവന് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. ഒരിക്കൽ കൂടി പറയണം, പുതിയ ഫ്രണ്ട്സുകൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ വീഡിയോക്ക് ലൈക്ക് കൂടി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.